ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പെറ്റൂണിയ പ്ലാന്റ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് മുളപ്പിച്ചെടുക്കുന്നത്. വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മണലോട് കൂടിയിട്ടുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും മണലും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതാണ് പെറ്റൂണിയയുടെ സീഡ്സ്. പെറ്റൂണിയയുടെ സീഡ്സ് ഭയങ്കര ചെറിയതായിട്ടുള്ള സീഡ്സാണ്, ഭയങ്കര കുഞ്ഞ് കുഞ്ഞ് സീഡ്സാണ്. നല്ല കെയറോട് കൂടിയിട്ട് വേണം പെറ്റൂണിയ സീഡ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീഡ്സ് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കട്ട കൂടി കിടക്കാത്ത രീതിയിൽ വേണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സീഡ്സ് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് മണൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചകിരിച്ചോറിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് ഇതുപോലെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ മണൽ എടുത്തത് കൊണ്ടാണ് ഇവിടെ മണൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. മണലിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം സീഡ്സ് അത്രയും കുഞ്ഞിതായിട്ടുള്ള സീഡ്സാണ്. അപ്പോൾ ഇതേപോലെ വെള്ളം സ്പ്രേ ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പോട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വയ്ക്കുക. ഈ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സീഡ്സ് മുളയ്ക്കുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 14-15 ദിവസം എടുക്കും സീഡ്സ് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേ രീതിയിൽ ഞാൻ മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചെടികളാണിത്. ഇതൊരു 20-25 ദിവസം പ്രായമായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്